ഹായ് ഹലോ യെല്ലോ മേക്കോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഫേസിലെയും ബോഡിയിലെയും സ്കിന്ന് ഒരുപോലെയല്ല അല്ലേ? ഫേസിലെ സ്കിന്ന് ഓയിലി ആയി കഴിഞ്ഞാലും സെൻസിറ്റീവ് ആയി കഴിഞ്ഞാലും ഡ്രൈ ആയാലും കോമ്പിനേഷൻ ആയാലും ഒക്കെ ഒരു 90% ഓഫ് ആൾക്കാരിൽ നമ്മുടെ ബോഡി സ്കിന്ന് എപ്പോഴും ഡ്രൈ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിങ്ങിന്റെ കാര്യം. നമ്മൾ ഫേസിലെ സ്കിന്ന് കെയർ ചെയ്യുന്ന അത്ര നമ്മൾ ഒരിക്കലും ബോഡി സ്കിന്ന് കെയർ ചെയ്യില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ബോഡി സ്കിന്ന് ഓയിലി ഒക്കെ വരുന്നത് ഭയങ്കര റെയർ ആയിരിക്കും. നമ്മുടെ ബോഡിയിലെ സ്കിൻ എന്ന് പറയുന്നത് നോർമൽ ടു ഡ്രൈ ആയിരിക്കും. സോ നമ്മൾ ബോഡിയിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില സ്കിൻ ടൈപ്പ് ഉണ്ട് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളത്. അത് നമ്മൾ എത്ര മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒന്നും ഒരു പ്രോഡക്റ്റും നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവാത്തത് പോലെ തോന്നും. ഡ്രൈ എന്ന് വെച്ചാൽ എക്സ്ട്രീം ഡ്രൈ. സോ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മോയ്സ്ചറൈസ്. എക്സ്ട്രീം ഡ്രൈനെസിന്റെ ഒരുപാട് അവസ്ഥകളുണ്ട്. ഈ എല്ലാ അവസ്ഥകൾക്കുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് ഈ ഒരു ക്രീം മോയ്സ്ചറൈസ് എന്ന് പറയുന്നത്. ഈ മോയ്സ്ചറൈസ് എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിന്റെ പേരാണ്. മോയ്സ്ചറൈസ് എന്നാണ് ഇതിന്റെ പേര്. ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ, സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഒരുപാട് പേർക്ക് ഈ ഒരു ക്രീം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്, എന്നാൽ എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആണ്. അതിനേക്കാൾ എൻ്റെ ഒരു എക്സ്ട്രീം ഡ്രൈ ആണ് എൻ്റെ കാലെന്ന് പറയുന്നത്. കാല് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഡ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ ഡ്രൈ ആയിട്ട് ഒരു ഗ്ലിറ്ററിങ് ഒക്കെ വരുന്ന ടൈപ്പ് ഡ്രൈ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മുന്നേ ഇങ്ങനെയായിരുന്നു. 1.5 വർഷം മുന്നേ വരെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഭയങ്കര ഏജ്ഡ് ആയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ പോലെയുള്ള ഒരു സ്കിന്നായിരുന്നു. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഒരു പിക്ക് കൊടുക്കാം. ആ ഒരു ടൈപ്പൊക്കെയുള്ള ഒരു സ്കിന്നായിരുന്നു എൻ്റെത്. നിങ്ങൾ ഇക്ടയോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? അഥവാ മുളി. ഞങ്ങളുടെ നാട്ടിൽ അതിന് മുളി എന്നാണ് പറയുക. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഇതാണ് ഈ ഒരു സ്കിൻ കണ്ടീഷനാണ് ഇക്ടയോസിസ് അഥവാ മുളി എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ എൻ്റെ സ്കിന്ന് ഈ ഒരു കണ്ടീഷനല്ല, ഇതിനും മേലെയാണ്. ഈ ഒരു കണ്ടീഷനിൽ പിന്നെ നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പോഴും മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോഴും പിന്നെ ഒരു ചെറിയ എഫക്റ്റ് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു സ്കിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ടേക്ക് എഫക്റ്റ് ആവില്ല. നമ്മൾ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് തിളങ്ങി നിൽക്കുകയുള്ളൂ. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇതിലേക്ക് അബ്സോർബ് ആവുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് പ്ലാസ്റ്റിക് എന്ന് തന്നെ പറയാൻ തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയിട്ടാണ് സ്കിന്ന് കിടക്കുന്നത്. ഞാൻ ഈ കോഴ്സ്, അതായത് കോസ്മെറ്റോളജി പഠിക്കുന്ന സമയത്ത് എൻ്റെ കാലിലെ സ്കിന്ന് അവിടെയുള്ള സ്റ്റുഡൻസിന് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുണ്ട്. ഒരു എക്സ്ട്രീം ഡ്രൈനെസിന്റെ ഒരു കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കിന്ന് അവിടുത്തെ സ്റ്റുഡൻസിന് കാണിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു കണ്ടീഷൻ മാറി കേട്ടോ. കംപ്ലീറ്റ് ഡ്രൈനെസ് മാറിയെന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ ഇപ്പോൾ കുറച്ച് പുറത്ത് കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ കാലായിട്ടുണ്ട്. മുന്നേന്ന് വെച്ചാൽ ഈ ഷോർട്സും ഈ ഒരു ഫ്രോക്സ്, ഒരു എന്താ നിറക്ക് കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കൊണ്ട്. സോ ഇപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഹോം റെമഡീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിലും റിസൾട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഇതേ കണ്ടീഷൻസിലൂടെയൊക്കെ കടന്നു പോയതും ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് കുറേ മെഡിസിൻസും എടുത്ത് കുറേ പൈസയും കളഞ്ഞ് ഒരു റിസൾട്ടും ഇല്ലാണ്ട് അവസാനം ഈ മോയ്സ്ചറൈസറിലേക്ക് എത്തിയ ഒരാളാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തത്. ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞെട്ടിക്കുന്ന റിസൾട്ട് ആയിരുന്നു. ദിസ് ഈസ് എ റിയൽ ഗെയിം ചേഞ്ചർ. എനിക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. എനിക്കിത് വർക്കായതിനു ശേഷം ഇതുപോലെ ഡ്രൈനെസ് ആയിട്ടുള്ള ഇവരെ കാണുമ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. സോ ഞാൻ വിചാരിച്ചു അതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഇത് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസ് ഇതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക് ഷോപ്പുകളിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഇത് ഫാർമസീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഷോപ്പ് ചെയ്യാം. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 100 ഗ്രാമിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് 300 റുപ്പീസ് ആണ്.
ഇത് ഏതൊക്കെ സ്കിൻ പ്രോബ്ലംസിന് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്ട്രീം ഡ്രൈനെസ് ഉള്ള എല്ലാ സ്കിൻ കണ്ടീഷൻസിലും നമുക്കിത് യൂസ് ചെയ്യാം. ക്രാക്ക്ഡ് ഹീൽസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ഡ്രൈനെസ് ഉള്ള കുറേ സ്കിൻ കണ്ടീഷൻസ് ഞാനിവിടെ കൊടുക്കാം. ശരിക്കും എൻ്റെ സ്കിൻ കണ്ടീഷന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം മുളിയും എൻ്റെ പോലത്തെ ഡ്രൈനെസ്സും, ഇപ്പം ഡ്രൈനെസ് ആയിട്ട് നമ്മളൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ വെള്ള കളർ വരുന്ന ടൈപ്പ് സ്കിന്ന്, ഡ്രൈനെസ്സിൻ്റെ എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്രാക്ക്ഡ് ഹീൽസിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സ്കിന്ന് എക്സ്ട്രീം ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ട് ഒരു മുറിവ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അവിടെ റെഫർ ചെയ്യുന്നില്ല. സോ ഞാനിതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും പ്രൊഡക്റ്റും കാണിക്കാം. ഇതിങ്ങനെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കവറിങ് കാണാം. ഇതിൻ്റെ കൂടെ ഒരു സ്പാച്ചുല അവൈലബിൾ ആയിരിക്കും. സോ നമുക്കിത് തുറന്ന്, ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഭയങ്കര തിക്കായിട്ടുള്ള ക്രീമാണ്, കണ്ടില്ലേ? ഭയങ്കര തിക്കായിട്ടുള്ള ക്രീമാണ് വരുന്നത്. ഭയങ്കര തിക്കാണ് ഈ പ്രോഡക്റ്റ്. ഇത്രയൊന്നും നമ്മളൊരു സ്ഥലത്ത് യൂസ് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എടുത്തതാണ്. ഭയങ്കര തിക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ സ്മെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബോഡി മോയ്സ്ചറൈസറിൻ്റെ ലോഷൻ്റെ ഒന്നും ഒരു നല്ല ഫ്രാഗ്രൻസ് അല്ല ഇതിന് വരുന്നത്. അത്യാവശ്യം മോശം സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളിതൊരു മെഡിസിനായിട്ട് കണ്ടിട്ട് യൂസ് ചെയ്താൽ മതി, അപ്പോൾ കുഴപ്പമില്ല. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയാം. നമ്മൾ ഡെയിലി 2 പ്രാവശ്യമാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത്. ഡെയിലി 2 നേരവും നമ്മൾ കുളിച്ചതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് കളയാതെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വേണം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടവൽ കൊണ്ട് വെള്ളം കംപ്ലീറ്റ് തുടച്ച് കളയാതെ ഇങ്ങനെ ഉപ്പിയെടുക്കുക വെള്ളം, എന്നിട്ട് ആ കുറച്ച് വെള്ളം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ക്രീം എടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. മറ്റ് മോയ്സ്ചറൈസറും ലോഷനും പോലെയല്ല, നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ദിവസം നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട്, ഒരു എന്തായാലും ഒരു ഹെവി ഫീൽ ഉണ്ടാവും. ഇങ്ങനെ തിക്കായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ചെറിയൊരു ഡിസ്കംഫേർട്ട് എന്തായാലും ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതൊന്നും നോക്കണ്ട. നിങ്ങൾ സ്കിന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി 2 ടൈം കുളിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സ്കിൻ ചേഞ്ച് ചെയ്യും. ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ചേഞ്ച് ചെയ്തിട്ട് റിസൾട്ട് ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ളതാണ്. കോൺട്രാ ഇൻഡിക്കേഷൻ. ഇനി ആർക്കൊക്കെ ഈ ക്രീം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ സ്കിന്നായിട്ട് പൊട്ടി വേദന വരുന്ന ടൈപ്പുള്ള ഒരു സ്കിൻ കണ്ടീഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നമ്പർ 2, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഈ ഒരു ക്രീം യൂസ് ചെയ്യാനേ പാടില്ല. നമ്പർ 3, ഫീഡിങ് മോംസ്. നമ്പർ 4, കുട്ടികൾക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ഒരു ക്രീം വാങ്ങി യൂസ് ചെയ്ത് വെക്കുക. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു എക്സ്ട്രാ ടിപ്പ് കൂടെ ഞാൻ പറയാം. ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഡെയിലി നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എനിക്ക് ഈ ക്രീം 100% വർക്കായതുകൊണ്ടും പിന്നെ ഈ കാലിനും കയ്യിലൊക്കെ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസിനെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർ ഈ ഒരു പ്രോഡക്റ്റ് മിനിമം 1 മന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും സ്കിൻ കണ്ടീഷനോ ഹെയറിൻ്റെ പ്രോബ്ലംസിനോ വേണ്ടിയുള്ള വീഡിയോസ് ചെയ്യണമെന്നുള്ള സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.